ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു നിക്കൂസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളിന്ന് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനുണ്ട്. അപ്പോൾ വൈകിട്ട് നമ്മുടെ ഡാമിനകത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. നേരെ വീട്ടിലോട്ട്. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഭയങ്കര ബിസിയാണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ കടലക്കറിയും ദോശയും വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്തി, അങ്ങനെയല്ല, റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നേരത്തി. അപ്പം ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കുവാണ് അമ്മ. ഒരു വശത്ത് കടലക്കറി ആവുന്നുണ്ട്, ഞാൻ നിക്കുവിൻ്റെ ബാക്കിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പം വേണ്ട കടലക്കറിക്ക് ഇങ്ങനെ അമ്മ വറുത്ത് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ വറുത്തരച്ച കറികൾക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തീയലായാലും എന്തായാലും വറുത്തരച്ച കറികൾക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കിച്ചണിലൊന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നിൽക്കുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. നിക്കുവിന് ഈ ഉപ്പൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് തന്നപ്പോഴത്തേനും അവിടെ ഇരുന്ന് നോക്കുവാണേ. അപ്പോൾ നമ്മൾ കടലക്കറി ഇവിടെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിക്കുവിന് അടുത്തൊരു കുട്ടി ദോശ ഇവിടെ ഉണ്ടാക്കണം. നെയ്യൊക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയിരിക്കണം. അപ്പോൾ ആൾ അവിടെ ഫോണിലും കുത്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, വലിയ ആൾക്കാരെ പോലെ. ഹൈ ഹൈ ഹൈ, നിക്കു പോയാ? നിക്കു ഇവിടെ പോയാ? നിക്കുവിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ നിക്കുവിൻ്റെ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. കടലക്കറിയൊക്കെ വെച്ചിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ. അവൾക്ക് കൊടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ദോശയൊക്കെ ചുട്ട് കടലക്കറിയൊക്കെ വെച്ച് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം ഹോർലിക്സ് ചായ കഴിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റാണ് ഹോർലിക്സ്. അപ്പോൾ എന്നെ പോലെ ഹോർലിക്സ് ടീ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട്? എനിക്കിപ്പോൾ പാല് കുടിക്കുമ്പോഴത്തേനും എനിക്ക് എന്തെങ്കിലും വേണമെന്നോ ഹോർലിക്സ് വേണമെന്നോ ഒരു നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അഥവാ മേടിച്ച് വെച്ച ഹോർലിക്സ് തീർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ 10 രൂപ പാക്കറ്റില്ലേ, അതൊക്കെ മേടിച്ച് വെച്ചിട്ടൊക്കെ ഞാൻ ചായയിൽ എന്തായാലും ഇട്ട് കുടിക്കും കേട്ടോ. അത് എനിക്ക് മസ്റ്റായിട്ടും ഞാൻ ചായ ഇട്ട് കുടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എനിക്കും അതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കര അലമ്പൊന്നുണ്ട്. കറി കോരി ഒഴിക്കുന്നു, വാരി ഒഴിക്കുന്നു, അയ്യോ ഒരു ബഹളം തന്നെ നടക്കുന്നുണ്ട്. അവൾ അത്യാവശ്യം കഴിച്ചു കേട്ടോ, നന്നായിട്ടൊക്കെ ഫുഡ് കഴിച്ചു. ദോശ ഏകദേശം ഒരു കുട്ടി ദോശയോളം ഫുള്ള് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അവൾക്ക് കരിക്ക് കൊടുത്തതാണ് കേട്ടോ. കരിക്ക് മേടിച്ച് അതിൻ്റെ മറ്റേ പൾപ്പൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് കഴിക്കാനൊക്കെ സിമ്പിളായിരുന്നു. കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇതാ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുടിപ്പിക്കുന്നുണ്ട്. എൻ്റർടൈൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത് മാങ്ങ വന്ന് വീട്ടിൽ പോയാലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അമ്മ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ച് വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കും. അത് മുന്നേ അങ്ങനെ തന്നെ കേട്ടോ, അമ്മ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിതേ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നോക്കുകയാണ് കേട്ടോ. എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചു. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നിക്കു ഇടയ്ക്ക് കോൾ ചെയ്തിട്ട് വിളിച്ച് അവൾ പറഞ്ഞു കേട്ടോ, ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് അവൾ തന്നെ ഒറ്റയ്ക്ക് കോൾ ചെയ്യണതും എല്ലാം പറയണതും എല്ലാം അവൾ തന്നെയാണ്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല സത്യമായിട്ടും. അങ്ങനെ ചേട്ടൻ അപ്പം തന്നെ ഐസ്ക്രീം മേടിച്ച് താഴെ, ചേട്ടൻ വേറൊരു ആവശ്യമായിട്ട് പോകണമായിരുന്നു. അപ്പോൾ താഴെ വെച്ച് വിളിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും നിൽക്കുന്ന ഐസ്ക്രീം കിട്ടി. അവളുടെ അച്ഛൻ ഓൾറെഡി മേടിച്ച് കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ വീണ്ടും അവളുടെ മാമന് മേടിച്ച് കൊടുത്തു കേട്ടോ. ഐസ്ക്രീം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് കഴിക്കേണ്ട സമയമായപ്പോൾ ഐസ്ക്രീം പിടിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പറ്റൂല, കഴിക്കാം, ചോറ് വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി, തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നമ്മളുടേതായ രീതിയിൽ വെച്ചാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബിരിയാണിയൊന്നും വെച്ച് ശീലമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കേട്ടോ എന്നാണ് തോന്നുന്നത്. പിന്നെ ചിക്കൻ കറി അമ്മ വെക്കും, ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അമ്മ ഓൾറെഡി തന്നെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി. പിന്നെ സാലഡുണ്ട്, നമ്മുടെ പപ്പടം, നമ്മുടെ ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പപ്പടം വറുത്തില്ല കേട്ടോ, പപ്പടം ഇനി തന്നെ വറക്കണം. അപ്പം അറ്റ് ലാസ്റ്റ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. നിക്കുവിന് ഞാൻ ഓൾറെഡി നേരത്തെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അവളുടെ വയറ്റിനകത്ത് ഒന്നും പോകത്തില്ല, വെറുതെ വാരി കളിച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് അവൾക്ക് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിളമ്പി തരികയാണ് കേട്ടോ. ഭയങ്കര വിളമ്പ് തരികയാണ് അവൾ. വിളമ്പി അവിടെ മൊത്തം ഇനി അലമ്പാക്കും. ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, നമ്മൾ കഴിച്ച് കഴിഞ്ഞേക്കുമ്പോൾ അവിടെ മൊത്തം വരെ ചന്ത പോലെ കിടക്കും, നിറയെ സാധനങ്ങൾ. പക്ഷേ അവൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവൾ 2-3 വായിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അവളുടെ വയറ്റിനകത്ത് പോകുമല്ലോ, അങ്ങനെയും കൂടെയാണ് അവളെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ശരിക്കും നന്നായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറിയുടെ കാര്യം പറയണ്ട, അമ്മ ഓൾറെഡി അടിപൊളിയായിട്ട് വെക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ റൈസും സത്യമായിട്ടും കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്ത നമ്മുടെ മറ്റേ സവാള ഉണ്ടല്ലോ, അത് കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, ചെറുതായിട്ട്. പക്ഷേ അത് വലിയ പ്രോബ്ലം ഇല്ലെന്നാണ് ചേട്ടനൊക്കെ പറഞ്ഞത്. അത് അത്രയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറുതായിട്ട് കരിഞ്ഞു പോയതുപോലെ എനിക്കും അമ്മയ്ക്കും തോന്നി. പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ. സംഭവം ഇത്രയ്ക്കും സെറ്റാക്കി കിട്ടുമെന്ന് വിചാരിച്ചില്ല.
ഇല്ലേ? ഓ പാവം അമ്മ. അതാ നിക്കു എണ്ണയൊക്കെ എടുക്കണേ, വിളക്കെണ്ണ എടുക്കണേ. അങ്ങനെ ബിരിയാണിക്കൊക്കെ ശേഷം ഒരു ഐസ്ക്രീം ചേട്ടൻ മേടിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കുറച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇതേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നീട് കുളിച്ച് റെഡിയായി വന്നേക്കുവാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഡാമിനകത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോകാമെന്നാണ് കേട്ടോ കരുതുന്നത്. ഒരുപാടായി പോയിട്ട് കേട്ടോ, അവിടെ പോയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ പിന്നെ പോകാൻ കരുതി. പിന്നെ ഡാമിനകത്തായതുകൊണ്ട് ഇക്കുന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ എന്തായാലും അവളെ കൊണ്ട് പോകാൻ കരുതി കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഡ്രസ്സൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി അവൾക്കും മറ്റേ ട്രഡീഷണൽ വെയേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഒരു പട്ടുപാടയും ബ്ലൗസും ഒക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ വേറെ നോർമൽ ഡ്രസ്സ് ഇടുമായിരുന്നു. അവൾക്ക് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഇതുപോലത്തതൊക്കെ എടുത്ത് വെച്ചേക്കും. അങ്ങനെ ഇട്ടുകൊണ്ട് പോയി. അങ്ങനെ അതെല്ലാം ഇട്ട് നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഇവിടെ കൂടെയാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലം. നമ്മുടെ റോഡ് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചാനൽ വരമ്പ് എന്ന് പറയും. പക്ഷേ അവിടെ കൂടെ കുറച്ച് വണ്ടികളൊക്കെ കുറവായിരിക്കും. ബസ് റൂട്ടല്ലല്ലോ. അപ്പം നിക്കുനെ കൂളായിട്ട് നടത്തി കേട്ടോ. നല്ല തണലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ നടത്തം. പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല കേട്ടോ. വീട്ടിൽ ചേട്ടൻ്റെ പോലെയാണ് അമ്മയും. അവളെ ഒരുപാട് നടത്തിക്കാനൊന്നും സമ്മതിക്കില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നടക്കാൻ. കാലൊക്കെ വേദന എടുക്കും, എന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നടത്തിക്കത്തില്ല. അതുപോലെയാണ് അമ്മയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ എടുക്കും, അവളെ നടത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. താഴെ എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കും കേട്ടോ. കുറച്ചൊക്കെ നടത്തിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് റോഡ് കേട്ടോ. ഇവിടെ കൂടെ ചാനലുള്ളൂ. നല്ല വെള്ളമൊക്കെ ഡാം തുറക്കുമ്പോൾ നല്ല വെള്ളം വരും കേട്ടോ. ഇപ്പം വെള്ളം കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഞാൻ നിക്കുവിനോട് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അമ്മ സ്കൂളിൽ പോയ വഴിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അന്ന് ഇവിടെ ടാറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ നിക്കുവിന് വാക്സിനൊക്കെ എടുക്കാൻ വരുമായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ, നേടാം പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇത് സ്കൂൾ കേട്ടോ. സ്കൂള് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഒട്ടും പറ്റിയില്ല കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങോട്ട് നടന്ന് വരാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ നടന്നു വന്നപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെയാണ് കേട്ടോ വന്നത്. ഡാമിനകത്തൂടെ കയറി വന്നു. അപ്പോൾ അതുകൊണ്ട് അത് അപ്പോഴും പറ്റിയില്ല കേട്ടോ നമ്മുടെ സ്കൂൾ എടുക്കാനായിട്ട്. ഞങ്ങളത് അവിടെ നിന്ന് ഒരു ഹോട്ടലാണ് കേട്ടോ പോകണം. കുറച്ച് കയറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, പക്ഷേ ഇത്തിരി ദൂരമേ ഉള്ളൂ, കുറച്ച് കയറ്റം ഉള്ളതുകൊണ്ട് നമ്മളിതേ ഹോട്ടലിൽ കയറി അങ്ങ് പോയി. അപ്പോൾ പോലീസ് ചോദിച്ചു ഇവിടെ പോവാം. എല്ലാവരും അങ്ങനെ ചോദിച്ചിട്ടേ കയറ്റി വിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പാസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കയറ്റി വിട്ടു. പക്ഷേ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ ഡാമിനകത്തൂടെ കറങ്ങിയൊക്കെയാണ് കേട്ടോ വന്നത്. അത് വേറെ കാര്യം. അങ്ങനത്തെ സ്കൂളിൽ ഏതൊക്കെ സ്കൂളാണ്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതേ നോക്കിയേ, ഡാമാണ്. നല്ല വിശാലമായിട്ടുള്ള ഡാമാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഭയങ്കര വൈബാണ്, ഭയങ്കര രസമാണ്. അവിടെ പോകുമ്പോൾ നല്ല അടിപൊളി രസമാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ആരും ഇല്ലായിരുന്നു. അമ്പലത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതു. നിക്കുനെ തറയിലൊക്കെ നിർത്തി. നിക്കു പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ആർമാദിക്കായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും സത്യമായിട്ട് പറയാമല്ലോ, ഇത്രയും വർഷത്തിനിടയ്ക്ക് അവളെ ചിലപ്പം അവൾക്ക് ആ ഏജ് ആവാനിട്ടാവും അവൾ ഓരോരുത്തർ കൊണ്ടുപോകുമ്പോൾ അവൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റോടെ ഇത്രയും ത്രില്ലായിട്ട് നോക്കി നിന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ വെള്ളവും അവിടുത്തെ ആ ഒരു ആനയുടെ സ്റ്റാച്ചു, ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. അതും ഫുള്ള് എല്ലായിടും ചുറ്റുപാടും ഫുള്ള് ഒക്കെ അവൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത്രയും അവൾ എക്സൈറ്റ്മെൻറ്റോടെ നോക്കിയെന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവൾക്ക് ഇപ്പോൾ 2 വയസ്സാവാൻ പോകുന്നു. അതിൻ്റെ ഒരു തിരിച്ചറിവൊക്കെ വന്ന് തുടങ്ങിയതുകൊണ്ടായിരിക്കാം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എവിടെ പോയാലും ഇങ്ങനെ അവൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നോക്കിയിരുന്നു കേട്ടോ. അപ്പം അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് എഴുതിയപ്പോൾ അവിടെ നമ്മുടെ അമ്പലത്തിൽ സഹായിക്കാനൊക്കെ നിൽക്കുന്ന അമ്മൂമ്മ വന്ന് അവൾ ഇത് ഭയങ്കര കാര്യം പറിച്ചില്ല കേട്ടോ. വന്നപ്പോൾ തൊട്ട് അമ്മൂമ്മ ഇവളുടെ ബാക്കിൽ നിന്ന് തന്നെ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവളെ. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നിക്കുവിൻ്റെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ച് അവിടെ ചെറിയൊരു പൂജയൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇനിയേ വരുള്ളൂ കേട്ടോ. ദീപാരാധനയുടെ സമയത്തൊക്കെ ആൾക്കാർ വരുള്ളൂ. നമ്മൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് വരാമെന്ന് കരുതി. അവൾ നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആനയുടെ ഫ്രണ്ട് നിർത്തി ഒരു ഫോട്ടോയും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ഇത്തിരി അങ്ങോട്ട് നടക്കാമെന്ന് കരുതി കേട്ടോ. മണിമേടയൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരു ദിവസം പോവാം, നിക്കുനെ കൊണ്ട് കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ചേട്ടൻ്റെ അവിടെ പറഞ്ഞിട്ട്. അങ്ങനെ വെറുതെ കുറച്ച് നേരം ആ പാലത്തിലൂടെ നടക്കാം എന്ന് കരുതി നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങ് നടന്നു. തിരിച്ചിപ്പുറത്തൂടെ തിരികെ പോരാന്ന് കരുതി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നിക്കുന് ആ വെള്ളമൊക്കെ കണ്ടിട്ട് ഒട്ടും മതിയാവുന്നില്ല കേട്ടോ. ആൾ ഭയങ്കര ത്രില്ലടിച്ചിട്ട് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവൾക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ ഭയങ്കര സൗകര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കഥകളിയൊക്കെ ഉള്ള ഈ സംഭവമില്ലേ, ഇതിൻ്റെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കരമായിട്ട് അതിനെ നോക്കിയിട്ട് അവൾക്ക് തീരുന്നില്ല.
പിന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം അവിടെ നിർത്തി കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പാട്ടിട്ടേക്കുവാണ്. അപ്പം അതിൻ്റെ നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ്, ആ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്ന ആൾ കേട്ടോ. ഞാനിതെല്ലാം നമ്മുടെ ലൈവായിട്ട് ഇടാമെന്ന് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ നിക്കുവിൻ്റെ ഓരോ കോമഡികളൊക്കെ കേൾക്കായിരുന്നു. പക്ഷേ പാട്ടിൻ്റെ പാട്ട് അവിടെ അമ്പലത്തിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് ഉറപ്പായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കരുതി കേട്ടോ. എല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്തു. പക്ഷെ അത് ഭയങ്കര നഷ്ടമായിപ്പോയി കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്ത് നിക്കു ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ ഈ സംഭവമൊക്കെ. ഈ ഓരോ പ്രതിമകളും കാണുമ്പോൾ നിക്കുവാണ് കേട്ടോ നമുക്ക് വിളിച്ച് കാണിച്ചു തരണം. നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നടന്നു പോരുമല്ലേ. അപ്പോൾ നിക്കു ഓരോന്നും കാണിച്ചു. ഇതാരെന്ന് വെച്ചപ്പോൾ മാമൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് മിസ് ചെയ്തു. പക്ഷേ പാട്ട് കേൾക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അതൊക്കെ കേൾക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഡാമിനകത്തൂടെ കയറി പോകാൻ കരുതി കേട്ടോ. ഡാമിൽ കയറണമെങ്കിൽ ശരിക്കും ആക്ച്വലി പാസ് എടുക്കണം. പക്ഷേ നമ്മൾ അമ്പലത്തിലായതുകൊണ്ട് നമുക്ക് പാസിൻ്റെ ആവശ്യമില്ല. പക്ഷേ അമ്പലത്തിൽ പോകണവർ മര്യാദയ്ക്ക് അമ്പലം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും അറിയാം കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ കൂടെ കറങ്ങിയൊക്കെ പോവുള്ളൂ എല്ലാം കണ്ടിട്ടും. നമ്മൾ കുറച്ച് നേരം സംഭവം സത്യത്തിൽ ഇപ്പോൾ 6:30 ആയിട്ടോ. പക്ഷേ കണ്ടാൽ പറയത്തില്ല, നല്ല അത്യാവശ്യം കുറച്ച് ഇളം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ച് റാബിറ്റ് ഒക്കെ നിക്കുന്ന് കാണിച്ചു കൊടുത്തും പെട്ടെന്ന് ഓടിച്ച് അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതേ ഷട്ടർ ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. നിക്കുനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വണ്ടറടിച്ച് അവൾ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും കുറച്ച് നേരം അവിടേക്ക് ഇരിക്കാനൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ നേരെ വിട്ടടിച്ചിങ്ങ് പോരാണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ എക്സിറ്റിലോട്ട് എത്താറായി. അവിടെ പുലിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് കണ്ട് നമ്മളെ വിളിച്ച് കാണിച്ച് എല്ലാം ചെയ്യുകയാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. പട്ടികൾ 3-4 ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നിക്കുൻ്റെ കണ്ണൻ തന്നെ മക്കളെ, ഞാൻ വെച്ചാൽ അത് ഒറിജിനൽ പട്ടിയല്ലെന്ന്. അല്ല അതവിടെ നിന്ന് പോയി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങൾ കോവിഡ് വാക്സിൻ എടുക്കാൻ വന്ന സ്ഥലം കേട്ടോ. ഡാമിനകത്ത് തന്നെ കേട്ടോ. അങ്ങനത്തെ എക്സിറ്റായി നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതും ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചത് എനിക്ക് വീണ്ടും പൂജ തുടങ്ങി കേട്ടോ. അതെ, ഡയപ്പർ വിട്ടാണ് പൂജാരി പൂജ ചെയ്യണത്, നിങ്ങൾ കണ്ടോ. അങ്ങനെ ഭയങ്കര പൂജ. ബായ് പറ, ബായ് പറ, ടാറ്റ പറ. മതി കണ്ണിൽ വീഴരുത്.